ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അഡീഷനെ കുറിച്ചാണ്. അഡീഷൻ അല്ലെങ്കിൽ ആസക്തി എന്നാണ് ഇതിന് പറയാം. ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോൺ അഡീഷൻ, യൂട്യൂബ് അഡീഷൻ, അങ്ങനെ പല അഡീഷൻസ് ഉണ്ട്. എന്താണ് അഡീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യത്തിനോട് വേണ്ടി അമിതമായിട്ടുള്ള ആസക്തി, അതിനെയാണ് അഡീഷൻ എന്ന് പറയുന്നത്. പലതരത്തിൽ പല രീതിയിലോടാകുമ്പോൾ പല തരത്തിൽ ഇതിന് പറയുന്നുണ്ട്. സബ്സ്റ്റൻസിനോടാകുമ്പോൾ സബ്സ്റ്റൻസ് അഡീഷൻ, അതാകുമ്പോൾ മദ്യം മയക്കുമരുന്നൊക്കെ വരും. പല സ്വഭാവത്തിനോടാകുമ്പോൾ ബിഹേവിയർ അഡീഷൻ, സെക്സ് അഡീഷൻ, ഫുഡ് അഡീഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അങ്ങനത്തെ ഒരു അഡീഷനായിട്ട് മാറും. പല പ്രോസസ്സിനോടാകുമ്പോൾ ജോഗിങ്, വാക്കിങ്, എക്സസൈസ് അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ അഡീഷൻസിന് പ്രോസസ്സ് അഡീഷൻ എന്നും പറയും. ഇങ്ങനെ പല രീതിയിലും പലതരത്തിലുള്ള അഡീഷൻസ് ഉണ്ട്. നമുക്ക് വന്ന പല കോൺസിക്വൻസസും ഉണ്ട്. കുറേ സയൻസ് ആൻഡ് സിംറ്റംസും ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാന്ന് പോലും തിരിച്ചറിയാത്തൊരവസ്ഥ വരും. അതുകൂടാതെ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ടാവും, പല കടമകളും ഉണ്ടാവും. അത് നിർവഹിക്കാൻ കഴിയാതെ വരും. നമ്മൾ ഉറക്കത്തെയും നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെയും നല്ലതുപോലെ വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മളെ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ വരും. ലീഗലി ആയാലും ഫിനാൻഷ്യലി ആയാലും കുറേ പ്രോബ്ലംസ് വരും. ഇങ്ങനെയുള്ള അഡീഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ അത് നമ്മൾ പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ നോക്കണം. ചെറിയ തോതിലുള്ള നമുക്ക് തന്നെ സ്വന്തം മെഡിറ്റേഷനോ സ്ട്രെസ് റിലീഫായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കത് റിലീഫ് ചെയ്യും. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തെറാപ്പിസ്റ്റിനെ കാണണം. അവരെന്ത് കൗൺസിലിംഗ് തരുന്നു അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. AANA എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഗ്രൂപ്പ്സ്. അവർ സപ്പോർട്ട് ചെയ്താലും അവർ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടും അത് ഫോളോ ചെയ്താൽ നമുക്ക് കുറേ ബെറ്ററാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പല കാര്യങ്ങളിലും എൻഗേജ് ചെയ്യാം. നമ്മളായിട്ടൊരു സ്വയം ഇന്ന് മാറാൻ ശ്രമിക്കും. ഫ്രണ്ട്സ് ഉണ്ടാക്കുക, നല്ല ഗുഡ് റിലേഷൻഷിപ്പ്, അതൊക്കെ നമുക്ക് ഇല്ലാതായിട്ടാണ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും രണ്ടാമത് ബിൽഡപ്പ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ഇത് ചെറിയ തോതിലാണ് അഡീഷൻ നമുക്ക് വന്നിട്ടുള്ളൂ എന്ന് മനസ്സിലായാൽ നമ്മളായിട്ട് തന്നെ അത് മാക്സിമം അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ നോക്കാം. അല്ല വലിയ തോതിലാണ് നമ്മളിലേക്ക് ഇത് വന്നിട്ടുള്ളത്, നമ്മളെ ഫാമിലിയൊക്കെ ശിഥിലമായി പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എല്ലാവർക്കും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക, നമ്മളെ മനസ്സിലാക്കുക, അതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുക. അതുകൊണ്ട് ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്.